എന്ന പ്രദേശങ്ങളിലേക്ക് 17 ലക്ഷം ജനങ്ങൾ നാട്ടിൽ അഭയാർത്ഥികൾ. യൂറോപ്പിലേക്ക് 50,000, സ്വീഡൻ 18,000, ഓസ്ട്രേലിയ 6,000 അഭയാർത്ഥികളെ അമേരിക്ക സ്വീകരിച്ചത് 133 ആളുകളെ മാത്രമാണ്. അതായത് 37 ലക്ഷം പാലായനം ചെയ്തിട്ട് അമേരിക്ക അഭയാർത്ഥികളെ സ്വീകരിച്ചത് 133 ആളുകളാ. ഈ 133 ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സത്യത്തിൽ ഇവർ ലാജിയങ്ങളല്ല, റെഫ്യൂജികളല്ല, താരിഖ് അസീസിനെ പോലെയുള്ള കാട്ടുകള്ളന്മാരാ. രഹസ്യം ചോർത്തിക്കൊണ്ട സൈനിക കമാൻഡർമാർ, താരിഖ് അസീസിനെ പോലെയുള്ള തന്ത്രപ്രധാന സ്ഥാനത്തിരുന്ന മന്ത്രിമാർ, ഇങ്ങനെ 133 ആളുകളെ അമേരിക്ക സ്വീകരിച്ചു. പക്ഷെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥ, GCC സ്വീകരിച്ചത് വട്ടപ്പൂച്ചയാണ്. മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ ഒരാളെ പോലും സ്വീകരിച്ചില്ല, ഒറ്റൊന്നിനെ സ്വീകരിച്ചില്ല. ചിന്തിക്കണം, എന്തുകൊണ്ട് അമേരിക്കക്കെതിരായ ഒരു കാര്യം ചെയ്തുകൂടാ എന്നവർ നേരത്തെ നേർച്ചയാക്കിയത് കൊണ്ടാകാം. ഏതായാലും അമേരിക്ക പോലും 133 ആളെ സ്വീകരിച്ചു, GCC ഒരാളെയും സ്വീകരിച്ചില്ല എന്നതാണ് ഈ വിഷയത്തിൽ വേദനാജനകമായ സംഗതി. 50,000 ആളുകൾ യൂറോപ്പിലേക്ക് പോയി, സ്വീഡൻ 18,000, ഓസ്ട്രേലിയ 6,000, അമേരിക്ക 133. ഇവിടെയാണ് പ്രശ്നങ്ങളുടെ ഗൗരവം. ഈ ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അനവധിയാണ്. തോന്നിയാസന്ത് എൽസിഡയിൽ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് നേരത്തെയുള്ള പാലായനാണ്, നേരത്തെയുള്ള ഒരു പാലായനാണ്. അതിങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കണമെങ്കിൽ ഇങ്ങോട്ട് വെക്കട്ടാ, ഒന്ന് ലേശം കൂടി മുന്നിലേക്ക് വെക്കണേ, മുന്നിലേക്ക് വെക്കാം. 2011 വരെയും ഈ അവസ്ഥ തുടർന്നിട്ടുണ്ട്. 2011 ഇറാഖിലെ ഭരണം ഒരു വിഭാഗം അവരുടെ ഒരു പാവ സർക്കാരിനെ കൈമാറി. ഈ ഇറാഖ് ആഭ്യന്തര സംഘർഷം, അതിനുശേഷം ശ്രദ്ധിക്കണേ, ഇനി അതിന് 4ാം ഘട്ടമുണ്ട്. ഇറാഖിൽ നിന്ന് പാലായനം ചെയ്ത ഘട്ടങ്ങൾ: 1, ഇറാൻ ഇറാഖ് യുദ്ധം; 2, ഇറാഖിനെതിരെ കുവൈത്ത് പിടിച്ചടക്കിയതിനാൽ ഉണ്ടായിത്തീർന്ന അധിനിവേശം; 3, 2003 മുതൽ രാസായുധത്തിന്റെ പേരിലുള്ള അധിനിവേശം; 4, 2011 മുതൽ ഇന്ന് വരെയുള്ള ഘട്ടം. അതിനുശേഷം പാവ സർക്കാരിനെ അവരോധിച്ചതിന് ശേഷം അവിടെ വലിയ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടായി. അതായത് ICS പോലെയുള്ള സംഘടനകൾ വന്നു, ആഭ്യന്തര കുഴപ്പമുണ്ടായി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. 2011 മുതൽ 2015 വരെ പാലായനം ചെയ്തത് ഏകദേശം 20 ലക്ഷം ആളുകളാണ്. ഏകദേശം 20 ലക്ഷം ആളുകൾ 2011 മുതൽ 2015 വരെ ആഭ്യന്തര കലാപം കാരണമായി. ആ ആഭ്യന്തര കലാപത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 4 കൊല്ലത്തിന്റെ ഉള്ളിൽ ഏകദേശം 20 ലക്ഷം ആളുകൾ ഇറാഖിൽ നിന്ന് 4ാം ഘട്ടം പാലായനം ചെയ്തിട്ടുള്ളത്. കൂടുതൽ അവർ പോയിട്ടുള്ളത് സിറിയയിലേക്ക്, അതേപോലെ തന്നെ ഈജിപ്ത്, ജോർദാന്, ഇറാൻ അടക്കമുള്ള ചില പ്രദേശങ്ങളിലേക്ക്. കൂടുതൽ ആളുകളെ സ്വീകരിച്ചത് സിറിയയാണ്. സിറിയ 12 ലക്ഷം ആളുകളെ സ്വീകരിച്ചു. പക്ഷെ ആ 12 ലക്ഷം ഇന്ന് ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണ്. അതിനേക്കാൾ വലിയ ആഭ്യന്തര കുഴപ്പമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മൊത്തം ഉണ്ടായ അധിനിവേശം ആ സാഹചര്യത്തിൽ 20 ലക്ഷമാണ്. ഈ 20 ലക്ഷം, ഇതിൽ വലിയ സംഗതി എന്താണെന്നറിയോ? ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കണേ. ഈ ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്കെതിരെ നടന്ന കയ്യേറ്റത്തിന് കയ്യും കണക്കുമില്ല. UNOയുടെ കണക്കനുസരിച്ച് ഇറാഖിൽ 10 മുസ്ലിം പെണ്ണുങ്ങളിൽ 8 മുസ്ലിം പെണ്ണിനെയും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ കണക്കാണ്, UNOയുടെ കണക്കാണ്. UNOയുടെ കീഴിലുള്ള ആംനസ്റ്റിയുടെ കണക്കാണ്. ആംനസ്റ്റിയുടെ കണക്കനുസരിച്ച് ഇറാഖിലെ 10 മുസ്ലിം സ്ത്രീകളിൽ 8 മുസ്ലിം യുവതികളും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. നമ്മൾ വളരെ ചിന്തിക്കണം. ഭയാനകമായ അവസ്ഥയാണ് അതിനാൽ വന്നുപോയത്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്തുണ്ടായി? രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തത് ഏകദേശമൊക്കെ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ പാലായനം ചെയ്തപ്പോൾ
അവർ പല രാജ്യങ്ങളിലും ഭക്ഷ്യക്ഷാമത്താൽ കുഴങ്ങി 50,000 നിലനിൽക്കുന്ന വേശ്യകളുണ്ട്. ഇറാഖിൽ നിന്ന് പാലായനം ചെയ്തു വന്ന് സിറിയയിലേക്ക് വന്നത് 50,000 വേശ്യകളാണ്. പെണ്ണുങ്ങൾ കുടുംബ വേശ്യാവൃത്തിയല്ലാതെ ഒരു നിർവാഹവും ഇല്ല. ഞാൻ അള്ളാന്റെ സഹായത്താല് 2013 2014 ഈ 2 സന്ദർഭത്തിലും ഞാൻ അള്ളാഹുവിന്റെ സഹായത്താൽ ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 2013 ഞാൻ ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 2014 ഞാൻ ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇറാഖിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാല്, തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ഞാന് ഏകദേശം ബസറയിൽ നിന്ന് 850ഓളം കിലോമീറ്റർ ഉണ്ട് ബഗ്ദാദിലേക്ക്. ഈ ദൂരമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വേദനാകരമായ അവസ്ഥ. 10 മണി 11 മണിയൊക്കെ നേരത്ത് എസ്കിമോകളെ പോലെ പുതച്ച് 12, 13, 15 വയസ്സുള്ള കുട്ടികൾ ആടിന്റെ പിന്നാലെ എങ്ങനെ നടക്കും. ഒരൊറ്റ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല, ഒന്നുമില്ല. ബഗ്ദാദിലെ ഹോട്ടലിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, താമസിക്കുന്ന എല്ലാ ലോഡ്ജിന്റെ മുന്നിലുണ്ട്, വൈകുന്നേരം 6 കാലത്ത് 6 മണിയുടെയും ഇടയിൽ പുറത്തിറങ്ങി നിൽക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വത്തിൽ ഹോട്ടലിന് ഒരു ബാധ്യതയുമില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ല. അതായത് ഹോട്ടൽ താമസിക്കുമ്പോൾ ഹോട്ടലിന്റെ പുറത്തെ റിസപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, വൈകുന്നേരം 6 മണിയുടെയും പിറ്റേന്ന് ഇടയിൽ ആരെങ്കിലും ഈ ഗ്രിൽസിന് പുറത്തിറങ്ങി നിന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഹോട്ടലിനില്ല. വേദനാജനകമാണ്. എന്ന ഒരു പുസ്തകം എന്റെ കൈവശമുണ്ട്. വേശ്യാവൃത്തി അല്ലാത്തൊരു നിർവാഹമില്ല. ഭയാനകമാണ് അവസ്ഥ. ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. അതായത് ഈ പാലായനം ചെയ്തവർ വലിയൊരു പ്രശ്നമാണ്. കാരണം പാലായനം ചെയ്തതിൽ നല്ലൊരു ശതമാനം മുസ്തഫ ഓർമ്മ വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹത്താ യകൂന ലി 50 ഇംറഅ വൽ ഖയ്യിമുൽ വാഹിദ്. 50 പെണ്ണുങ്ങൾക്ക് ഒരു കൈകാര്യക്കാരനായ പുരുഷൻ മാത്രമുള്ള ഒരു കാലഘട്ടം ഫിത്നയിലൂടെ വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ കൃത്യമാണ്. ഇത് ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വേശ്യകൾ അവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വിഷയം വളരെ ഭയാനകം. എന്ത് പറ്റി? മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഭയാനകമാണ് വിഷയം, ഭയാനകമാണ്. വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല, ഭയാനകമാണ് അവസ്ഥ. ഭക്ഷണമില്ല, ഒന്നുമില്ല. 30% പാലായനം ചെയ്തതിൽ ആണുങ്ങളില്ല, പെണ്ണുങ്ങൾ മാത്രം, മറ്റു നിർവാഹമില്ല. ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി നമുക്കവിടെ കാണാൻ കഴിയും. അവിടെയൊക്കെ പോയാൽ ചിന്തിക്കും. ഞാൻ വിഷയം വളരെ ചുരുക്കണ, സമയം എനിക്ക് വളരെ കുറവായതുകൊണ്ട് ഞാൻ വളരെ വിഷയം ചുരുക്കി പറയുകയാണ്. നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള പാലായനത്തിന്റെ വിഷയങ്ങളിൽ മർമ്മപ്രധാനമായ ഒന്ന് 2011 മുതൽ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സിറിയയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ നല്ല മനസ്സ് തുറന്ന് പറയും. സമയത്രേ നേരം വയ്യ ആയോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിറിയ ഇസ്ലാം അല്ലാത്ത കാലത്ത് പോലും 2 രാഷ്ട്രങ്ങൾക്ക് വേണ്ടി മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഒന്ന് മനസ്സ് തുറന്ന് പറയും. മുത്ത് മുഹമ്മദ് മുസ്തഫ 2 കാലഘട്ടത്തിൽ 2 രാജ്യങ്ങൾക്ക് വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ ദുആ ചെയ്തിട്ടുണ്ട്. ആ രാജ്യം ഇസ്ലാം അല്ലാത്ത കാലത്ത് ഷാം ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നത് ഹിജ്റ 22 മഹാനായ അംർ ഇബ്നുൽ ആസ് ഹിജ്റ 10 മുസ്തഫ നബി വഫാത്തായി. സിറിയ മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമാകുന്നത് ഹിജ്റ 22 എന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വ യമനിനാ, ഷാമിലും യമനിലും ബറക്കത്ത് ചെയ്യണമേ എന്ന് ദുആ ചെയ്തിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് സിറിയ ബൈസന്റൈൻ സാസ്താനിയൻ ചക്രവർത്തിമാരുടെ കയ്യിലാണ്, യമനാകട്ടെ ക്രിസ്ത്യാനികളായിരുന്നു. അക്കാലത്ത് പോലും ഹബീബായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറിയക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. വേറെയും ചില ആളുകൾ ചില രാജ്യങ്ങളെ പറഞ്ഞപ്പോൾ, പല പ്രദേശങ്ങളെ പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഇങ്ങോട്ട് നോക്ക്, 4 കൊല്ലത്തിന്റെ ഉള്ളിൽ 2011 മുതൽ 2011 മുതൽ 2000, ശ്രദ്ധിക്കണേ, ഇത് തമാശയല്ലട്ടാ, അത് വളരെ വിഷയമാണ്. 2011 മുതൽ 2015 വരെ സിറിയയിൽ നിന്ന് പുറത്തേക്ക് ഓടിയത്, കിടപ്പാടം നഷ്ടപ്പെട്ടത് 1,18,00,000 മുസ്ലിമീങ്ങളാണ്, മുഹാജിരീങ്ങൾ. സിറിയയിൽ ആകെ ജനസംഖ്യ 2,08,00,000. പുറത്തേക്ക് ഓടിയത് 1,18,00,000. നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ആകെ സിറിയൻ ജനസംഖ്യ, ആകെ 2011 സിറിയൻ ജനസംഖ്യ 2,08,00,000. ഈ 4 കൊല്ലത്തിനുള്ളിൽ പുറത്തേക്ക് ഓടിയത് 1,18,00,000. അതായത് ഏകദേശം 60%. പകുതിയല്ല. 1,18 ഇരട്ടിയാവുമ്പോൾ 2,36 ഉണ്ട്. 2,36 ഇല്ല. 2011 ജനസംഖ്യ 2,08,00,000. ഈ 4 കൊല്ലത്തിനുള്ളിൽ പുറത്തേക്ക് ഓടിയ മുസ്ലിമീങ്ങൾ 1,18,00,000. ഭയാനകമായ അവസ്ഥയാണ്. വലിയ ഗൗരവം, ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമായ കാര്യം. അതില് തുർക്കി 19,00,000 സ്വീകരിച്ചു. ജോർദാൻ വീണ്ടും 6,00,000 സ്വീകരിച്ചു. ഈജിപ്ത് 1,00,000 സ്വീകരിച്ചു. യൂറോപ്പ് 6% സ്വീകരിച്ചു. GCC യൂറോപ്പ് പോലും സ്വീകരിച്ചു. ഷാമിൽ നോടിയ മുസ്ലിമീങ്ങളെ യൂറോപ്പ് പോലും സ്വീകരിച്ചു. ജർമ്മനി 1,00,000 ആളുകളെ സ്വീകരിച്ചു. മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിൽ സിറിയക്ക് വേണ്ടി വാദിച്ചത് ജർമ്മനിയാണ്. ജർമ്മനി സ്വീകരിച്ചു എന്ന് പറഞ്ഞാല് അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രധാന ആർക്കിടെക്ട് ആയിരുന്നു ആൽബർട്ട് സ്പീർ എന്ന ഹിൽഡഷ്റാമിൻ എന്ന പെണ്ണ് ഈ ഫോട്ടോയിൽ കാണുന്നു. ഇവർ പ്രധാനപ്പെട്ട ആൽബർട്ട് സ്പീറിന്റെ മകളാണ്. ആൽബർട്ട് സ്പീർ എന്നാൽ ആർക്കിടെക്ടാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ. അയാളുടെ മകൾ സ്വന്തം വീട് പോലും ഒഴിഞ്ഞുകൊടുത്തു. ജർമ്മനി സ്വീകരിച്ചു. 80,000 ആളുകളെ സ്വീഡൻ സ്വീകരിച്ചു. 50,000 ആളുകളെ സെർബിയ സ്വീകരിച്ചു. 4,400 ആളുകളെ ഓസ്ട്രേലിയ സ്വീകരിച്ചു. അമേരിക്ക സ്വീകരിച്ചത് 1,500 ആളുകളെ. കൂട്ടത്തിലുള്ള കള്ളന്മാരൊക്കെ ആയിരിക്കാം, രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആളുകളെയൊക്കെ. ബ്രിട്ടൻ 2020 മുമ്പ് ഞങ്ങൾ 20,000 ആളുകളെ സ്വീകരിക്കുമെന്ന് പറയുന്നു. ഫ്രാൻസ് 24,000 ആളുകളെ എടുക്കുമെന്ന് പറയുന്നു. എന്നാൽ ഇവരിൽ തന്നെ 10,000-കണക്കായ ജനങ്ങൾ എവിടെയാണെന്ന് ഒരു വിവരമില്ല. ലക്ഷക്കണക്കായ ആളുകൾ ബിറ്റ്വീൻ ദ പ്രിസൺ ആൻഡ് ഗ്രേവ് എന്ന് പറയാം, ജയിലിലുമല്ല. എന്നാലാകട്ടെ അവര് ഔദ്യോഗികമായ ഒരു ഖബറിലോട്ട് എത്തിയിട്ടുമില്ല, ജയിലിലുമില്ല, എവിടെയാണ് അവരെന്ന് അറിയൂല. ഭയാനകമായ അവസ്ഥ. നിങ്ങൾ ചിന്തിക്കണം. ഷാമിൽ നിന്ന് മാത്രം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രശംസിച്ച നാടാണല്ലോ ഷാം. ഷാമിൽ നിന്ന് മാത്രം പുറത്തേക്കോടിയ മുഹാജിരീങ്ങൾ 1,18,00,000. അതിൽ വലിയ പ്രയാസകരമായൊരു അവസ്ഥ എന്തെന്നാൽ, അതിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ മുങ്ങി മരിച്ചവരുണ്ട്, മറ്റു സമുദ്രങ്ങളിൽ മുങ്ങിയവരുണ്ട്. ഭയാനകമായ പലായനമാണ് നടന്നിട്ടുള്ളത്. ഡമസ്കസിൽ രാസായന പ്രയോഗം നടത്തി.